ചെയ്ത തെറ്റുകളെ മറക്കുവാൻ ശ്രമിക്കുന്നതാണ് അനേകരുടെയും പ്രധാന പ്രശ്നം. എന്നും കുറ്റബോധത്തിൽ കഴിയേണ്ടി വരും എന്ന് മാത്രമല്ല, അനിശ്ചിതത്വം എല്ലാ രംഗത്തും നിലനിൽക്കും. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും പിടിക്കപ്പെട്ട കുറ്റവാളികളെ നമുക്ക് ചുറ്റും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലംഘനം ഒരു ദിവസം മുൻപേ ഏറ്റുപറയുക, അനുഗ്രഹം പ്രാപിക്കുക. സദൃശവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടി ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനുള്ള മാർഗം ദൈവം പറയുന്നത് നമ്മളും കേൾക്കുക എന്നുള്ളതാണ്. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവിടുത്തെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. ഞാൻ എൻ്റെ പാപം അങ്ങയോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചു വെച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. സങ്കീർത്തനങ്ങൾ 32:5 ഒന്നും മറച്ചു വെക്കാതെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 30-ാം അധ്യായം 9 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്. കുറ്റബോധത്താൽ ഉളവാകുന്ന ഒരു പ്രത്യേക മാനസിക അവസ്ഥ അനേകരിലും കാണാവുന്നതാണ്. ചില മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതില്ലാത്ത മനുഷ്യർ ഇല്ല എന്ന് തന്നെയാണ്. അവരുടെ പ്രതികരണങ്ങൾ ഈ പറഞ്ഞ വിധത്തിലായിരിക്കും. ഈ കുറ്റബോധമുള്ളവരുടെ അവരുടെ ഉള്ളിൽ അവർ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന പാപത്തെ പോലെ എന്തെങ്കിലും ആരെങ്കിലും സൂചിപ്പിച്ചാൽ ഉടനെ തങ്ങളെ കുത്തുകയാണെന്ന് ചിന്തിച്ച് അവർ പ്രതികരിക്കും. അവർ തങ്ങളുടെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന പാപത്തെ പോലെ എന്തെങ്കിലും ആരെങ്കിലും സൂചിപ്പിച്ചാൽ മതി, ഉടനെ അത് തങ്ങളുടെ അവസ്ഥ അറിഞ്ഞു പറയുകയാകുന്നു എന്ന് ചിന്തിച്ച് അവർ പ്രതികരിക്കും. അങ്ങനെ തള്ളി പുറത്താകും. അതിനെക്കുറിച്ച് ശലോമോൻ പറഞ്ഞിരിക്കുന്നത് തന്നെ നമുക്കൊന്ന് നോക്കാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 27-ാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞല്ലോ. ഇന്ന് 28-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ 1-ാം വാക്യം ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. മനുഷ്യർ പാപത്തെക്കുറിച്ച് എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഒരു വ്യക്തിയെ നിരന്തരമായ ഭയത്തിലും വ്യക്തിപരമായ കുറ്റപ്പെടുത്തലിലുമാക്കി തീർക്കുന്നു എന്ന് മറക്കരുത്. പല ആളുകളും പൊതുവായി പറയാറുള്ള പാപങ്ങളെ പോലും ന്യായീകരിക്കാറുണ്ട്. അവർ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് നാം ചിന്തിക്കാറുണ്ടല്ലേ? പലപ്പോഴും അതിൻ്റെ പിൻപിലെ കാരണം അവരിൽ ആ പാപമുണ്ട് എന്നതാണ്. ഇതുകൊണ്ട് അവർ നട്ടം തിരിയുകയാണ്. കുറ്റബോധം. അങ്ങനെ ഒരു മാനസിക അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുവാൻ മാനുഷികമായി യാതൊന്നും ചെയ്യുക സാധ്യമല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നാം ഒന്നും ചെയ്യാതെ തന്നെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു എന്നാണ് ശലോമോൻ പറയുന്നത്. പിന്നെ അവൻ പറയുന്നു, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു എന്ന്. ഒരു മനുഷ്യൻ കുറ്റക്കാരൻ അല്ല എങ്കിൽ അവന് പ്രാഗൽഭ്യമുണ്ട്. ധൈര്യമായി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുവാൻ അവന് കഴിയും. തൻ്റെ സ്വന്തം മനസ്സ് കുറ്റബോധം ഇല്ലാത്തതാണെങ്കിൽ മറ്റുള്ളവരുടെ ചിന്തയോ മനസ്സോ എന്തെന്നോർത്ത് അവൻ ഭാരപ്പെടാറില്ല, ഭയപ്പെടാറില്ല. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നത് അവനൊരു പ്രശ്നമേ അല്ല. അവൻ തൻ്റെ ഉള്ളിൽ വ്യക്തമായി അറിയാവുന്ന കാര്യം വെളിപ്പെടുത്തുന്നു. ഇനി 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് നോക്കാം. 28-ാം അധ്യായത്തിൻ്റെ 2 മുതൽ. ദേശത്തെ അതിക്രമം നിമിത്തം അതിലെ പ്രഭുക്കന്മാർ പലരായിരിക്കുന്നു. ബുദ്ധിയും പരിജ്ഞാനവും ഉള്ളവർ മുഖാന്തരമോ അതിൻ്റെ വ്യവസ്ഥ ദീർഘമായി നിൽക്കുന്നു. അഗതികളെ പീഡിപ്പിക്കുന്ന ദരിദ്രൻ വിളവിനെ വെച്ചേക്കാതെ ഒഴുക്കിക്കളയുന്ന മഴ പോലെയാകുന്നു. ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർ ദുഷ്ടനെ പ്രശംസിക്കുന്നു, ന്യായപ്രമാണത്തെ കാക്കുന്നവരോ അവരോട് എതിർക്കുന്നു. ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല, യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു. തൻ്റെ വഴികളിൽ വക്രനായി നടക്കുന്ന ധനവാനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. ന്യായപ്രമാണത്തെ പ്രമാണിക്കുന്നവൻ ബുദ്ധിയുള്ള മകൻ,
അതിഭക്ഷകന്മാർക്ക് സഖിയായവനോ അപ്പനെ അപമാനിക്കുന്നു. പലിശയും ലാഭവും വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ അഗതികളോട് കൃപാലുവായവനു വേണ്ടി അത് ശേഖരിക്കുന്നു. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. ന്യായപ്രമാണം എന്നതുകൊണ്ട് ദൈവവചനം എന്നാണല്ലോ ഇവിടുത്തെ അർത്ഥം. ശലോമോൻ്റെ സമയം വരെ എഴുതിയിട്ടുള്ള സകലതും എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. പഞ്ചഗ്രന്ഥങ്ങളും യോശുവയുടെ പുസ്തകവും ന്യായാധിപന്മാരുടെ പുസ്തകവും സങ്കീർത്തനങ്ങളിൽ ഒരു നല്ല പങ്കും അതിൽ ഉൾപ്പെടും എന്ന് നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. ദൈവം ഇവിടെ പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ പറയുന്നത് ദൈവം കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം ആദ്യം നിങ്ങൾ ദൈവം പറയുന്നത് കേൾക്കണം. ദൈവമില്ലാത്ത മനുഷ്യൻ്റെ അഥവാ ദുഷ്ടന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് ദൈവവചനത്തിൽ പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഒരു ദൈവ പൈതലായി തീർന്നിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകിയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുവാൻ എനിക്കെന്നും ബുദ്ധിമുട്ടാണ്. അത് ഒരു അബദ്ധ ചിന്തയെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഒരു സംതൃപ്തിക്ക് അങ്ങനെ പറയാവുന്നതാണ്. യാഥാർത്ഥ്യമാവുകയില്ല എന്ന് മാത്രം. നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം തൻ്റെ ചെവി ചായ്ക്കുന്നത്. ഇവിടെ സദൃശവാക്യങ്ങളിൽ പറയുന്നത് ദുഷ്ടന്മാരുടെ പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പാകുന്നു എന്നത്രേ. 10-ാം വാക്യം നോക്കിക്കാട്ടെ. നേരുള്ളവരെ ദുർമാർഗത്തിലേക്ക് തെറ്റിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും. നിഷ്കളങ്കന്മാരോ നന്മ അവകാശമാക്കും. ഇന്ന് ലോകത്തിൽ പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്ന ദൈവിക നിയമങ്ങളിലൊന്നത്രേ ഞാനിപ്പോൾ ഇവിടെ വായിച്ചത്. ദൈവവചനത്തിലൂടെ മുൻപോട്ട് പോകുമ്പോൾ വീണ്ടും വീണ്ടും അത് കാണാവുന്നതുമാണ്. ഉദാഹരണത്തിന് ദാവീദ് തൻ്റെ പാപത്തിൽ തൻ്റെ സ്വന്തം കുടുംബത്തിലും ഭവനത്തിലും അപവാദം കൊണ്ടുവന്നു. 11-ാം വാക്യം നാം വായിക്കുമ്പോൾ, ധനവാൻ തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നുന്നു, ബുദ്ധിയുള്ള അഗതിയോ അവനെ ശോധന ചെയ്യുന്നു. ധനം പലപ്പോഴും നിഗളത്തിലേക്കും കലഹത്തിലേക്കും നയിക്കും. അവ ഏതാണ്ട് ഒരുമിച്ച് പോവുകയും ചെയ്യും. അഗതികൾക്ക് ആരും എങ്ങും സ്ഥാനം നൽകില്ല. അവൻ പറയുന്നത് ആർക്കും കേൾക്കുകയും വേണ്ട. അഗതികൾ പറയുന്നത് എല്ലാവർക്കും വേണ്ടത് സ്ഥാനവും മാനവും ധനവും ഉള്ളവരെയാണ്. എന്നാൽ ദൈവവചനം പറയുന്നത് എന്താകുന്നു എന്നൊന്ന് ശ്രദ്ധിച്ചേ. ധനവാൻ തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നുന്നു, ബുദ്ധിയുള്ള അഗതിയോ അവനെ ശോധന ചെയ്യുന്നു. അഗതി, അതെ, ഈ ലോകത്തിലെ സമ്പത്തില്ലാത്തവൻ, എന്നാൽ അവൻ വിശ്വാസത്തിൽ സമ്പന്നനാകും. ധനവാനാണ് അവൻ. ധനവാന്റെ സാക്ഷ്യം ശ്രദ്ധിച്ചിട്ട് അത് വെറും പൊള്ളയാണെന്നും അതിൽ യാഥാർത്ഥ്യത്തിൻ്റെ കണിക പോലും ഇല്ല എന്നും മനസ്സിലാക്കുന്നു. അത് യാഥാർത്ഥ്യമാണെങ്കിൽ തന്നെ അതിൽ വിവേചനത്തിൻ്റെ അംശമില്ല എന്നും ആത്മീക കാര്യങ്ങളുടെ അറിവ് ഇല്ല എന്നും വ്യക്തമാകുന്നു. ഇത് വളരെ പ്രായോഗികമായ ഒരു സദൃശവാക്യമാണ്. പലപ്പോഴും ഇതിനെ നാം അവഗണിക്കാറുണ്ട്. ഇനിയും 13-ാം വാക്യം എടുത്താട്ടെ. അവിടെ വായിക്കുന്നത്, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഇതൊരു മഹത്തായ സദൃശവാക്യമാണ്. തങ്ങളുടെ പാപങ്ങളെ മറക്കുവാനുള്ള വിശ്വാസികളുടെ ശ്രമം ഇന്ന് പൊതുവെ കാണാവുന്നതാണ്. ഇന്ന് സഭാവിഭാഗങ്ങളിൽ പാപമെന്ന ഈ അർബുദത്തെ മറച്ചു പിടിച്ചിരിക്കുന്ന ഒരു നിശബ്ദത നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാവുന്നതാണ്. അതേക്കുറിച്ച് സംസാരിക്കുവാൻ മനുഷ്യർക്ക് ഇഷ്ടമില്ല. അഥവാ ആരുടെയെങ്കിലും പാപം ചൂണ്ടിക്കാണിച്ചാൽ അവർ സഭ വിട്ടുപോയാലോ എന്ന ഭയത്തിലാണ് പല സഭാശുശ്രൂഷകന്മാരും മുൻപോട്ട് പോകുന്നത്. വാസ്തവത്തിൽ അതിൻ്റെ അവസ്ഥ സമ്മതിച്ചു കൊടുക്കുവാൻ ആർക്കും മനസ്സുമില്ല. തങ്ങൾ വളരെ നല്ലവരാണെന്ന് ചിന്തിക്കുവാനാണ് മനുഷ്യർക്ക് താല്പര്യം. എന്നാൽ നമ്മോടിവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുമെന്നത്രേ. ഇതേ ചിന്ത പുതിയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു.
ഇത് പാപത്തെ പരസ്യമായി ഏറ്റുപറയുന്നതിനെക്കുറിച്ചല്ല സൂചിപ്പിക്കുന്നത്. ഏറ്റുപറച്ചിൽ എപ്പോഴും താങ്കളും ദൈവവുമായിട്ടാണ്. ഹൃദയത്തിൽ പാപബോധം ഉണ്ടാകുമ്പോൾ, അതേക്കുറിച്ചുള്ള അനുതാപം ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് ഏറ്റുപറയുന്നു. പാപത്തെ നാം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പാപമില്ലാത്ത വ്യക്തിയെപ്പോലെ താങ്കളുടെ കൂട്ടുകാരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത് വലിയ അബദ്ധമാണ്, മണ്ടത്തരമാണ്. താങ്കൾ പാപം ഏറ്റുപറഞ്ഞ് പാപം ഉപേക്ഷിക്കുന്ന പക്ഷം താങ്കൾക്ക് കരുണ ലഭിക്കും. എത്ര മനോഹരമാണത്! ക്ഷമ ലഭിക്കുന്നതിൻ്റെ ഒന്നാമത്തെ പടി ഏറ്റുപറച്ചിലാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഇന്നും ദൈവസന്നിധിയിൽ പോയി മനഃപൂർവ്വമായി ഏറ്റുപറയാത്തതായി ഏതെങ്കിലും പാപമുണ്ടോ? സാരമില്ല, ആർക്കും അറിയില്ല എന്ന് കണ്ട് ഒളിച്ച് വെച്ചിരിക്കുന്നത് ദൈവത്തോട് ഏറ്റുപറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവസന്നിധിയിലേക്ക് ചെന്ന് അവയെ ഏറ്റുപറയുക. ഇല്ല എങ്കിൽ ജീവിതത്തിൽ ശുഭം വരികയില്ല. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഒരു ക്രിസ്തു വിശ്വാസിയിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി കാണുന്നത് ദൈവസന്നിധിയിലേക്ക് ചെന്ന് തൻ്റെ പാപങ്ങളെ ഏറ്റുപറയുവാനുള്ള ആ മനോഭാവമാണ്. അതിനുള്ള പദവി നമുക്കുണ്ട്. 14-ാം വാക്യം, എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും. ഇവിടെ ഭയമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും കണ്ട് പേടിക്കുന്ന ഭയത്തെക്കുറിച്ചല്ല, യഹോവ ഭക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. എപ്പോഴും പേടിച്ച് പലതിനെ ചൊല്ലി ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തിയല്ല ഇവിടുത്തെ വിഷയം. യഹോവ ഭക്തിയിൽ നടക്കുക എന്നതിൻ്റെ അർത്ഥം ഇതത്രേ: യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് മറക്കരുത്. അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയം എല്ലായ്പ്പോഴും ദൈവത്തിങ്കിലേക്ക് തുറന്നിരിക്കും. ഹൃദയം കഠിനമാക്കുന്നവൻ എന്നുള്ളതിൻ്റെ നേരെ വിപരീതമാകുന്നു ഈ യഹോവ ഭക്തിയുള്ളവൻ എന്നത്. ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ എല്ലായ്പ്പോഴും ദൈവത്തെ ശ്രദ്ധിക്കുന്നവനാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിധത്തിൽ നടക്കുവാൻ ശ്രമിക്കുന്നവരാണ് അങ്ങനെയുള്ള മനുഷ്യർ. ദൈവം മുൻപാകെ താഴ്മയോടെ അവൻ നടക്കുന്നു. തൻ്റെ ബലഹീനതകളെ അംഗീകരിക്കുന്നവനായും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവനായും അവൻ നടക്കുന്നു. ഇതത്രേ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. ഇനി 17-ാം വാക്യം നോക്കിക്കാട്ടെ. രക്തപാതക ഭാരം ചുമക്കുന്നവൻ കുഴിയിലേക്ക് ബദ്ധപ്പെടും, അവനെ ആരും തടുക്കരുത്. ഭയാനകമായ ഒരു തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ തൻ്റെ മനസാക്ഷിയിൽ ഭയാനകമായ ഒരു ഭാരം വഹിക്കേണ്ടതുണ്ട്. സാധാരണ അങ്ങനെ ഒന്ന് അവനിൽ ഉണ്ടെന്നാൽ ഒടുവിൽ ആത്മഹത്യയിൽ അവൻ ചെന്ന് അവസാനിക്കും. ഇനി ഞാൻ 29-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ വായിക്കാതെ പോകുന്ന ഭാഗങ്ങൾ നിങ്ങൾ വായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 29-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. ഒരു മനുഷ്യനെ ശരിയായ വഴിയിൽ കൊണ്ടുവരുവാൻ ദൈവം അനേകം മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്നിരുന്നാലും ഒരുവൻ പാപം ചെയ്തുകൊണ്ടേയിരിക്കാം. പലപ്പോഴും മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും ശ്രദ്ധിക്കാതിരുന്ന പലരും കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതെനിക്കറിയാം. ഈ ആയുസ്സിൽ തന്നെ ദൈവന്യായവിധിയിലായിത്തീരുന്നത് എത്ര പരിതാപകരമാണ്. വീണ്ടും വീണ്ടും ഒരേ തെറ്റ് ചെയ്യുന്നത് അത്യാപത്ത് ക്ഷണിച്ചു വരുത്തുകയാണ്. ശാസന അവഗണിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. അറിയില്ല എങ്കിൽ പോകട്ടെ എന്ന് കരുതാം. അറിയാമെങ്കിലോ കണ്ണടച്ചിരുട്ടാക്കുവാൻ പലരും ശ്രമിക്കുന്നു എന്നതല്ലേ യാഥാർത്ഥ്യം. എത്രയെത്ര കൺവെൻഷനുകളിൽ പങ്കെടുത്തു, എത്രയെത്ര കൂട്ടായ്മകളിൽ കൂടി ദൈവശബ്ദം കേട്ടു, എത്രയെത്ര വിശുദ്ധന്മാർ നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് പിന്നെയും മറുതലിക്കുന്ന സ്വഭാവം. അതെ, നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകുവാനുള്ള വഴിയിൽ ആകുന്നു അങ്ങനെയുള്ളവർ. 29-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. നീതിമാന്മാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു, ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോഴോ ജനം നെടുവീർപ്പെടുന്നു. ദുഷ്ടൻ അധികാരസ്ഥാനത്തിരിക്കുമ്പോൾ അവൻ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുകയല്ല, എന്നാൽ
ഒരൊറ്റ നീതിമാൻ ഒരു രാഷ്ട്രത്തിന് മുഴുവൻ അനുഗ്രഹം കൊണ്ടുവരുവാൻ മതിയായവനാണ്. മറ്റെന്തിനേക്കാളുമേറെ നമ്മുടെ രാഷ്ട്രത്തിന് ഇന്നാവശ്യം അങ്ങനെയുള്ള വിശുദ്ധരായ മനുഷ്യരെയാണ്, നീതിമാന്മാരായ മനുഷ്യരെയാണ്. നീതിയോട് ഭരിക്കുന്നവർ, സകല പ്രശ്നത്തിനും പരിഹാരം തങ്ങളുടെ കൈവശമുണ്ട് എന്ന് പറയുന്ന മനുഷ്യരെ അല്ല നമുക്ക് ഇന്നാവശ്യം. ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇന്ന് യാതൊരു മനുഷ്യൻ്റെ കയ്യിലും ഇല്ല സുഹൃത്തെ. അങ്ങനെ ആരെങ്കിലും പറയുന്ന പക്ഷം അത് അബദ്ധം മാത്രമാണ്. നമുക്ക് ഇന്ന് ആവശ്യം നീതിമാന്മാരായ ഭരണകർത്താക്കളെയാണ്, നീതിയും ന്യായവും നടത്തുന്നവർ. അതെ, എന്തു വില കൊടുത്തും സത്യത്തിന് വേണ്ടി നിൽക്കുന്ന മനുഷ്യരെ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു വലിയ പാർട്ടിയെക്കാളും കരുത്തുള്ളവനായിരിക്കും. ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോൾ ജനം നെടുവീർപ്പിടുന്നു എന്ന് നാം വായിച്ചു. ആർക്കാണ് നാം വോട്ട് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. 4-ാം വാക്യം നോക്കിക്കാട്ടെ. രാജാവ് ന്യായപാലനത്താൽ രാജ്യത്തെ നിലനിർത്തുന്നു, നികുതി വർദ്ധിപ്പിക്കുന്നവനോ അതിനെ നശിപ്പിക്കുന്നു. ദാവീദ് ഒരു നല്ല രാജാവായിരുന്നു. മനുഷ്യരുടെ മേൽ നീതിയോടെ ഭരണം നടത്തിയിരുന്ന ഭരണാധിപനായിരുന്നു ദാവീദ്. ദൈവഭയത്തിൽ ഭരിച്ച രാജാവായിരുന്നു ദാവീദ്. എന്നിട്ടും തൻ്റെ ഭവനം ശരിയായിട്ടുള്ളതല്ല എന്ന് ദാവീദ് ഏറ്റുപറയുകയുണ്ടായി. ക്രിസ്തു മാത്രമേ ന്യായവിധിയിൽ രാജ്യം സ്ഥാപിക്കുകയുള്ളൂ. ലോകത്തിനുള്ള ഒരേ ഒരു ആശ ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് മാത്രമാണ്. അവിടുന്ന് ഭൂമിയെ ന്യായം വിധിക്കുവാൻ വരുന്നതിന് മുൻപ് സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടും. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇനിയും 29-ന്റെ 10-ാം വാക്യം ഞാൻ വായിക്കാം. രക്തപാതകന്മാർ നിഷ്കളങ്കനെ ദ്വേഷിക്കുന്നു, നേരുള്ളവരോ അവൻ്റെ പ്രാണരക്ഷ അന്വേഷിക്കുന്നു. രക്തപാതകന്മാരായ മനുഷ്യർ കൊലപാതകന്മാരാണ്. അവരുടെ ഹൃദയത്തിൽ പക നിറഞ്ഞു നിൽക്കുന്നു. കർത്താവായ യേശു പറഞ്ഞു, നീ നിൻ്റെ സഹോദരനെ പകയ്ക്കുന്ന പക്ഷം നീ ചെയ്യുന്നത് കൊലപാതകമാണ്. കായീൻ ഒരു കൊലപാതകനായിരുന്നു. കൊല ആരംഭിച്ചത് അവൻ്റെ ഹൃദയത്തിലാണ്. മനുഷ്യൻ്റെ വീഴ്ചയുടെ വലിപ്പവും വേഗതയുമാണ് അത് കാണിക്കുന്നത്. ആദാമിനെയും ഹവ്വായെയും ദൈവം സൃഷ്ടിച്ചത് പൂർണ്ണരായിട്ടായിരുന്നു. അവർ വീണപ്പോൾ ഈ ഭൂമിയിലേക്ക് അവർക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നത് പാപികളെ മാത്രമാണ്. തങ്ങളുടെ രൂപത്തിലും സാദൃശ്യത്തിലുമുള്ള മക്കളെയാണ് അവർ ഈ ലോകത്തിന് നൽകിയത്. കായീൻ അവരിൽ ഒരാളായിരുന്നു. ഹൃദയത്തിൽ കൊലപാതകവുമായി ജനിച്ച ഒരു കുട്ടിയാണ് കായീൻ. അവൻ്റെ സഹോദരനെ വെറുത്തു, അവനെ കൊന്നുകളഞ്ഞു. ഇനിയും 17-ാം വാക്യം, 29-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. നിൻ്റെ മകനെ ശിക്ഷിക്ക, അവൻ നിനക്ക് ആശ്വാസമായി തീരും, അവൻ നിൻ്റെ മനസ്സിന് പ്രമോദം വരുത്തും. ശിക്ഷണത്തിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ വീണ്ടും നാം കാണുന്നത്. മക്കളെ ശിക്ഷണത്തിൽ വളർത്തണം, അച്ചടക്കത്തോടെ വളർത്തണം, ചിട്ടയോടെ വളർത്തണം. അതാ നാം പല പ്രാവശ്യം ഇത് ചിന്തിച്ച് കഴിഞ്ഞല്ലോ. 18-ാം വാക്യത്തിൽ, വെളിപ്പാടില്ലാത്തയിടത്ത് ജനം മര്യാദ വിട്ടു നടക്കുന്നു, ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. വെളിപ്പാട് എന്നുള്ള ഭാഗത്ത് ദർശനം എന്ന് പലപ്പോഴും കാണാവുന്നതാണ്, വിഷൻ. ദർശനമില്ലാത്തയിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. ദർശനം എന്നാൽ ആത്മീക അറിവ്, ബോധം എന്നൊക്കെയാണ്. ക്രിസ്തു വിശ്വാസികളുടെ ജീവിതത്തിൽ അവന് ദൈവവചനത്തിൻ്റെ അറിവ് നൽകുവാനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണത്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെയില്ലായിരുന്നു. ദൈവത്തിൻ്റെ വചനം ദുർലഭമായിരുന്നു. ദൈവവചനത്തിൻ്റെ അറിവ് ജനങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ആയതിനാൽ അത് വിലപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് ദൈവം ശമൂവേലിനെ എഴുന്നേൽപ്പിക്കുന്നു. അതെ, ദർശകൻ. അവനെ ദർശകൻ എന്നാണല്ലോ വിളിച്ചത്. ദൈവം സഭയ്ക്ക് നൽകിയ വരങ്ങളിൽ ഒന്നാണ് ആത്മീക വിവേചനം. അത് ദൈവവചനത്തിൻ്റെ അറിവാണ്, അതിലൂടെ ഉണ്ടാകുന്നതാണ്. അത് പ്രാപിക്കുവാൻ കഴിയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമാണ്. ഞാൻ ഈ 30-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് അതിൽ നിന്നും കൂടി ചില വാക്യങ്ങളൊന്ന് ഒരുമിച്ച് ചിന്തിക്കുവാൻ എടുക്കുകയാണ്. ഈ 30-ാം അധ്യായത്തിൽ നാം വരുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന സദൃശവാക്യങ്ങൾ അനുഭവജ്ഞാനമുള്ള ഒരു അജ്ഞാതനാൽ എഴുതപ്പെട്ടവയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആഗൂർ എന്നത്രേ.
അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെപ്പറ്റി നമുക്ക് അറിയാവുന്നതെല്ലാം 30-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നിന്നുമാണ്. ഞാൻ ആ ഭാഗം തന്നെ ഒന്ന് വായിക്കാം. സദൃശവാക്യങ്ങൾ 30-ന്റെ 1-ാം വാക്യം. യാക്കോയുടെ മകനായ ആഗൂരിൻ്റെ വചനങ്ങൾ ഒരു അരുളപ്പാട്. ആ പുരുഷൻ്റെ വാക്യമാവിത്: ദൈവമേ, ഞാൻ അധ്വാനിച്ചു ക്ഷയിച്ചിരിക്കുന്നു. ആഗൂർ അജ്ഞാതനായ ഒരു എഴുത്തുകാരനായിരുന്നു, അറിയപ്പെടാത്തൊരു ദർശകൻ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സാമാന്യ നാമങ്ങൾ എബ്രായ ഭാഷയിലെ എല്ലാ പേരും പോലെ പ്രത്യേക അർത്ഥമുള്ളത് തന്നെയായിരുന്നു. ആഗൂർ എന്നാൽ ശേഖരിക്കുന്നവനെന്നും യാഖേ എന്നാൽ ഭക്തിയുള്ളവൻ എന്നുമാണ്. ഇനിയും 4-ാം വാക്യം. സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവൻ ആർ? കാറ്റിനെ തൻ്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവൻ ആർ? വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവൻ ആർ? ഭൂമിയുടെ അറുതികളെയൊക്കെയും നിയമിച്ചവൻ ആർ? അവൻ്റെ പേരെന്ത്? അവൻ്റെ മകൻ്റെ പേരെന്ത്? നിനക്കറിയാമോ? ഇത് രസമായിരിക്കുന്നില്ലേ? യഹോവയായ ദൈവം ഇയ്യോബിനോട് ചോദിച്ച ചോദ്യങ്ങളിൽ ചിലതാണ് ഇവിടെ നാം കാണുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ ആരെക്കൊണ്ട് കഴിയും? കർത്താവായ യേശു പറഞ്ഞു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന്. ഈ കാരണത്താലാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, സൃഷ്ടിപ്പിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ഉൽപ്പത്തിയുടെയും കാര്യത്തിൽ ആധികാരികമായി സംസാരിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു മാത്രമാകുന്നു എന്ന്. ആ അറിവ് മറ്റ് യാതൊരു മനുഷ്യരിലും നമുക്ക് കാണുവാൻ കഴിയില്ല. അത് ആർക്കും നൽകിയിട്ടുമില്ല. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ശരിയായ ഒരു വിവരണം നമ്മുടെ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. ശാസ്ത്രജ്ഞന്മാർക്ക് അതിന് കഴിയുന്നില്ല. അവരും ഊഹിക്കുകയാണ്. പരിണാമ സിദ്ധാന്തവുമായി വരുന്നത് തന്നെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അവർക്ക് ശരിയായ അറിവില്ല എന്നതിൻ്റെ തെളിവാണ്. കോടികൾ ഇവിടെ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ കണക്കില്ലാത്തതുപോലെ പണം ചെലവഴിച്ച് ചന്ദ്രനിലും ചൊവ്വായിലും മറ്റും പോയി കല്ലുകളും മണ്ണും കൊണ്ടുവരുന്നത് ഇവിടെ അവ കിട്ടാത്തതിനാലല്ല, പിന്നെയോ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കുവാൻ കഴിയുമോ എന്നറിയുവാനാണ്. ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയിൽ നാം വായിക്കുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നത്രേ. അങ്ങനെയാണ് ഇതെല്ലാം ആരംഭിച്ചത്. എല്ലാത്തിൻ്റെ ഉൽപ്പത്തി അതാണ്. എന്നാൽ അടുത്ത വാക്യം നാം വായിക്കുന്നത് 2-ാം വാക്യം. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. സൃഷ്ടിപ്പിൻ്റെ പ്രവർത്തനത്തെ വിവരിക്കുവാൻ ചിലർ ഈ ഭാഗം ഉദ്ധരിക്കാറുണ്ട്. എന്നാൽ താൻ എങ്ങനെയാണ് സൃഷ്ടിപ്പ് നിർവഹിച്ചതെന്ന് ദൈവം നമ്മോട് പറഞ്ഞിട്ടില്ല. നമുക്കത് അറിയില്ല. ശാസ്ത്രജ്ഞന്മാർക്കോ വേദപണ്ഡിതന്മാർക്കോ അതറിയില്ല. ദൈവം ഇയ്യോബിനോട് ചോദിച്ച ചോദ്യം എനിക്കിഷ്ടമാണ്. ദൈവം ചോദിച്ചു, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു ഇയ്യോബേ? ഓരോ വ്യക്തിയോടും ദൈവത്തിന് ചോദിക്കുവാനുള്ളത് അതത്രേ. ആർക്കും അതിൻ്റെ ഉത്തരമില്ല. ആഗൂർ ചോദിച്ച ചോദ്യവും എനിക്കിഷ്ടമാണ്. കാറ്റിനെ തൻ്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവൻ ആർ? എന്തെങ്കിലും സാധനം നാം നമ്മുടെ കൈകളിൽ പിടിക്കുന്നത് പോലെ ദൈവം കാറ്റിനെ തൻ്റെ കൈകളിൽ പിടിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. എന്തൊരു ചിത്രമാണിത്! മനുഷ്യന് ഇതേക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവൻ താനാകുന്നു എന്ന് യേശു പറഞ്ഞ അതേ ഭാഗത്ത് അവൻ പറഞ്ഞിരിക്കുന്നത്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ, കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ഇത് ഉന്നതമായൊരു ചിന്തയാണ്. ഇനിയും 5-ാം വാക്യം നോക്കിക്കാട്ടെ. 30-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. ദൈവവചനത്തെപ്പോലെ താങ്കളെ ശുദ്ധീകരിപ്പാൻ, കഴുകി വെടിപ്പാക്കുവാൻ ശക്തമായ വേറെ ഒന്നുമില്ല. ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു. ഏതൊരു സോപ്പിനേക്കാളും നല്ലതാണത്. അത് അത്ഭുതകരമായി ശുദ്ധി ചെയ്യുന്നതാണ്, നിർമ്മലീകരിക്കുന്നതാണ്. 6-ാം വാക്യത്തിൽ, അവൻ്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. ദൈവവചനത്തെ നാം കൈകാര്യം ചെയ്യുന്നത് എത്ര ശ്രദ്ധിച്ചു വേണം എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
ഒരു മനുഷ്യൻ കള്ളനാകുന്ന പക്ഷം അവനെ അങ്ങനെ വിളിക്കുന്നതിൽ ദൈവത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് തോന്നുന്നില്ലേ? 7 മുതലുള്ള വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കട്ടെ. 2 കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തമാവ എനിക്ക് നിഷേധിക്കരുത്. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആരെന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമം തീണ്ടിപ്പാനും സംഗതി വരരുതേ. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലാത്തവരുടെയും മുഖസ്തുതി പറയുന്നവരുടെയും കള്ളം പറയുന്നവരുടെയും ഇടയിൽ പാർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. ശ്രദ്ധിക്കണേ, വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. ഈ പറഞ്ഞ വിധത്തിലുള്ളവരുടെ കൂടെ കഴിയുക എന്നാൽ അണലിയുടെ കൂട്ടിൽ കഴിയുന്നത് പോലെ ആകുന്നു സുഹൃത്തെ. വ്യാജവും ഭോഷ്കുമില്ലാത്ത ജീവിതം എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണെന്നറിയാമോ? തുടർന്ന് അവൻ പറയുന്നു, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ ഞാൻ വഴിയുടെ മധ്യത്തിൽ കൂടി, അതെ നടുവിൽ കൂടി പോകട്ടെ കർത്താവേ. വളരെയേറെ സമ്പത്തുണ്ടാകുന്നത് അപകടകരമാകാവുന്നതാണ്, അതുപോലെ തന്നെ ഒട്ടുമില്ലാത്തതും ആപത്താണ്. അതിനുള്ള കാരണവും ആഗൂർ ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ന്യായമായി ചിന്തിക്കുന്ന ഒരുവൻ്റെ പ്രാർത്ഥനയാണിത്. വളരെയേറെ സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ ജീവിതം അനുഗ്രഹപ്രദമാകൂ, ആസ്വദിക്കുവാൻ കഴിയൂ എന്ന് കരുതുന്ന അനേകരുണ്ട്. അത് ലോകത്തിൻ്റെ ചിന്താഗതിയാണ്. അങ്ങനെ ഒരു ചിന്ത വികലവുമാണ്. ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവ വഴികളിൽ മുമ്പോട്ട് പോകുവാനും തടസ്സമായി ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ജീവിതത്തിൽ ദൈവത്തിന് പ്രഥമസ്ഥാനം നൽകി ദൈവ വഴികളിൽ നടക്കുക. പ്രയോജനപ്രദമായ ജീവിതം അതത്രേ. അതിനുവേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ ഒരു ജീവിതം ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിലത്ത് ഉലയിലൊരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളിയെപ്പോലെയാകുന്നു യഹോവയുടെ വചനങ്ങളെന്ന് ദാവീദ് പാടുന്നു. അതിനോട് ഒന്നും കൂട്ടുകയോ അതിൽ നിന്നൊന്നും കുറയ്ക്കുകയോ ചെയ്യരുത്, അത് ശിക്ഷാർഹമായ കുറ്റമാകുന്നു എന്ന് കാണുന്നു. സന്തുഷ്ടമായ ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.